ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരു അടിപൊളി തക്കാളിക്കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 5 പഴുത്ത തക്കാളി, പിന്നെ ഒരു വലിയൊരു ഒനിയൻ, ഒരു 4-5 പച്ചമുളക്, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി കട്ട് ചെയ്തത്, ഒരു 4-5 വെളുത്തുള്ളിയുടെ അല്ലി, കുറച്ച് കറി ലീഫ് എല്ലാം കൂടെ ഇവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പാനിനകത്താണ് കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ പാനൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ഐറ്റംസും കൂടെ ആഡ് ചെയ്താം. ഇവിടെ ഞാൻ എല്ലാം പാനിലേക്ക് ആഡ് ചെയ്തു, നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എല്ലാം ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ നേരത്തെ പറഞ്ഞ എല്ലാ ഇൻഗ്രീഡിയൻസും ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്തത്, കാരണം നമ്മൾ പച്ചമുളക് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എരിവൊന്നും കൂടണ്ട. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ഞാനൊരു 1 ടീസ്പൂൺ നമ്മളിങ്ങനെ കുമ്പാരമുള്ള ടീസ്പൂണാണ്, അത് ആഡ് ചെയ്തു. പിന്നെ ഒരു 3/4 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 കപ്പ് വെള്ളം ആഡ് ചെയ്ത് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ഇവിടെ നന്നായിട്ട് തിളച്ചൊന്ന് കുക്കാകട്ടെ. അപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളവും കൂടെ ആഡ് ചെയ്തു. നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിത് കുക്കാനായിട്ട് വെച്ച് കൊടുക്കാം. ഇവിടെ നന്നായിട്ട് തിളക്കട്ടെ. ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. കുക്കായി കഴിഞ്ഞ് നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. നമ്മുടെ ടൊമാറ്റോ കുക്കാവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ചേർക്കാനുള്ള കോക്കനട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. കോക്കനട്ട് അരച്ച് ചേർക്കാം, അല്ലെങ്കിൽ നമുക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്താലും മതി. നമ്മുടെ കോക്കനട്ട് മിൽക്ക് ഉണ്ടല്ലോ, അത് ആഡ് ചെയ്താലും മതി. ഇപ്പോൾ ഇവിടെ നമ്മൾ കോക്കനട്ട് അരച്ചെടുക്കാൻ പോവുകയാണ്, കാരണം എൻ്റെ കയ്യിൽ കോക്കനട്ട് മിൽക്ക് ഇപ്പോൾ ഇല്ല. അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ഈ ജാറിന് ഒരു ജാറ് കോക്കനട്ട്, 1 കപ്പ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ജീരകം കൂടി എടുത്തിട്ടുണ്ട്. നമുക്കിത് നല്ലത് ഫൈനായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ കോക്കനറ്റിനകത്ത് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്താണ് അരയ്ക്കുന്നത്. അപ്പോൾ ഇതെൻ്റെ റോക്കറ്റ് മിക്സിയാണ്. ഇതിനകത്ത് അരച്ച നല്ല അടിപൊളിയായിട്ട് നമുക്ക് അരിഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഈ കോക്കനട്ട് അരയുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ തക്കാളിയുടെ ഈ അടപ്പൊക്കെ ഒന്ന് പൊക്കി നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇവിടം വരെ ആയെന്ന് നോക്കാം. ആ ഒരു പകുതി വേവായിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമ്മുടെ കോക്കനട്ട് ഇവിടെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. നല്ല ആ ജീരകത്തിൻ്റെ എല്ലാം കൂടെ നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. ഉണ്ടോ, അടിപൊളിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ടൊമാറ്റോ ഇവിടെ കുക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കോക്കനട്ട് പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മുടെ കോക്കനട്ട് അരച്ച് വെച്ചിരുന്നത് ഞാൻ ആഡ് ചെയ്തു. പിന്നെ നമുക്ക് എത്രയും ഗ്രേവി വേണം അതനുസരിച്ച് ചൂടുവെള്ളം ആഡ് ചെയ്യുക. അപ്പം ഞാനിവിടെ 2 ചൂടുവെള്ളം ആഡ് ചെയ്തു. നമ്മുടെ കോക്കനട്ട് പേസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുന്നു. നമുക്കെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയം നമുക്ക് ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുകയും കൂടെ ചെയ്യണം. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ കറി ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഞാനത് മൂടി വെച്ചു. ഇരുന്നൊന്ന് തിളക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള കടുക് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ കടുക് പൊട്ടിക്കാനായിട്ട് എൻ്റെ ഈ ചെറിയ പാൻ എടുത്തിട്ടുണ്ട്.
അപ്പോൾ പാൻ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്യാം. കോക്കനട്ട് ഓയിലോ നിങ്ങൾ എന്താ കുക്കിംഗ് ഓയിൽ യൂസ് ചെയ്യുന്നത് അത്. ഞാനിവിടെ കനോല ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇങ്ങനെയുള്ള വലിയ ജാർ ഇട്ടേണ്ട കനോല ഓയിൽ വാങ്ങിക്കുവേ. അപ്പം നമ്മളിത് സാംസിൽ നിന്ന് വാങ്ങിച്ചാൽ ഇങ്ങനെ 2 എണ്ണം ഒരുമിച്ച്. അല്ല നമ്മൾ ക്രോക്കർ ഇവിടെ നമ്മൾ സാധാരണ പോകുന്ന കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഇങ്ങനത്തെ വലുത് വാങ്ങിക്കും. സാംസിൽ നിന്നാകുമ്പോൾ നമുക്കിങ്ങനെ ബൾക്കായിട്ടേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ വാങ്ങിച്ചു 2 എണ്ണം വാങ്ങിച്ചു. ഇപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ചാണ്. എന്നിട്ട് ഇത് ഞാൻ ചെറിയ ബോട്ടിലിലേക്ക് ഒഴിച്ചു വെക്കും. അവിടെ പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഓയിൽ ആഡ് ചെയ്യാം. ഓയിൽ ചൂടായി, ഞാൻ കടുക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ലീഫും പിന്നെ കുഞ്ഞുള്ളിയും കൂടെ ആഡ് ചെയ്യാം. ഒരു 3-4 കുഞ്ഞുള്ളി ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ തന്നെ നമ്മുടെ കോക്കനട്ടൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നന്നായിട്ട് ഇവിടെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടോ, നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ കടുക് പൊട്ടിയതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ കുഞ്ഞുള്ളി കട്ട് ചെയ്തത് കറി ലീഫ് ആഡ് ചെയ്തു. പിന്നെ അതിൻ്റെ കൂടെ ഞാനൊരു 3 നമ്മുടെ ചുവന്ന മുളകുണ്ടല്ലോ, വറ്റൽ മുളകും കൂടെ ആഡ് ചെയ്തു. വറ്റൽ മുളക് കുരു നമ്മളതിൻ്റെ സീഡ് കളഞ്ഞിട്ടാണ് ആഡ് ചെയ്തത്. അല്ലെങ്കിൽ പിന്നെ അതെല്ലാം കൂടെ ആകുമ്പം നമ്മുടെ കറിയുടെ എരി കൂടും. അപ്പോൾ ഞാനെല്ലാം ഇവിടെ ആഡ് ചെയ്തു. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്യാം. ഉണ്ടോ, അത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നൊരു കറിയാണ്. നമ്മുടെ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമ്മുടെ കടുകൊക്കെ പൊട്ടി നമ്മുടെ കുഞ്ഞുള്ളി മുളകും ഒക്കെ നല്ല മൂത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്യാം. കണ്ടോ, നമ്മുടെ അടപ്പ് പൂക്കിയപ്പോൾ നല്ല കോക്കനറ്റും നമ്മുടെ കറിയെല്ലാം കൂടെ നന്നായിട്ട് കുറുകി വെന്ത് റെഡി ആയിട്ടിരിപ്പുണ്ട്. ആ സ്മെല്ലൊക്കെ വരുമ്പം തന്നെ അറിയാം നമ്മുടെ കറി അടിപൊളിയായിട്ടുണ്ടെന്ന്. നമുക്കതിലേക്ക് നമ്മുടെ താളിച്ച് വെച്ച സാധനങ്ങളെല്ലാം ആഡ് ചെയ്യുകയാണേ. എല്ലാം ആഡ് ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ. ഇങ്ങനെ ഒരു 5-6 മിനിറ്റ് ഇരിക്കുമ്പം നമുക്ക് ഈ ഫ്ലേവറെല്ലാം നമ്മുടെ കറിയിലേക്ക് നന്നായിട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ഉടനെ മിക്സ് ചെയ്യുന്നില്ല, നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. അവിടെ ഇരിക്കട്ടെ. നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ സ്മെല്ലൊക്കെ പോകാനായിട്ട് നമുക്ക് നമ്മുടെ എക്സ്ഹോസ്റ്റ് ഫാൻ അങ്ങോട്ട് ഓണാക്കി കൊടുക്കാവേ. അപ്പോൾ എല്ലാ സ്മെല്ലും നമ്മുടെ കിച്ചണിൽ നിന്ന് പറഞ്ഞോളൂ. അപ്പോൾ ഇവിടെ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് നമ്മുടെ ലിഡൊക്കെ ഒന്ന് പൊക്കി നോക്കി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ നമ്മുടെ കറി എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മുടെ കറിയുടെ അവസ്ഥ ഇതാണ്. നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. നമ്മുടെ കറി നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയുമല്ല, നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു. ടേക്ക് കെയർ. ഗോഡ് ബ്ലസ്. ബൈ ബൈ.